ഒരാൾ വീണ്ടും ജനിച്ചു എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഒരാൾ പുതുജനനം പ്രാപിച്ചു, ഒരാൾ വീണ്ടും ജനിച്ചു എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഒരാൾ ഇങ്ങനെ പറയുകയാണ്, ഐ ആം എ ബോൺ അഗൈൻ ക്രിസ്ത്യൻ, ഞാൻ വീണ്ടും ജനനം പ്രാപിച്ച ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ പ്രസംഗിച്ചതുകൊണ്ടോ പഠിപ്പിച്ചതുകൊണ്ടോ ഒരാൾ പുതുജനനം പ്രാപിച്ചു എന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഒരാൾ വീണ്ടും ജനനം പ്രാപിച്ചുവെന്ന് കണ്ടുപിടിക്കുവാൻ 3 കാര്യങ്ങൾ ദൈവവചനത്തിൽ തന്നിട്ടുണ്ട്. ആ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നമ്മൾ യഥാർത്ഥത്തിൽ സത്യത്തിൽ വീണ്ടും ജനിച്ച പുതുജനനം പ്രാപിച്ച ക്രിസ്തുവിലൂടെ ദൈവമക്കളായി തീർന്ന ആളുകളാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ആ വിഷയം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം, നമുക്കൊന്ന് പഠിക്കാം. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം ആദ്യം നമുക്ക് വായിക്കാം. 1-ാമത്തെ തെളിവെന്താണ്? യേശുവിനെ ക്രിസ്തുവെന്ന്, യേശുവിനെ രക്ഷിതാവെന്ന്, യേശുവിനെ ദൈവമെന്ന്, യേശുവിനെ വീണ്ടെടുപ്പുകാരനെന്ന്, യേശുവിനെ കർത്താവെന്ന് ഈ ഭൂമിയിൽ ഒരാൾക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ ഓർത്തുകൊള്ളുക, അയാൾ ദൈവത്തിൽ നിന്നും ജനിച്ച ആളാണ്. അപ്പോൾ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരും. ഇവിടെയുള്ള സാമുദായിക ക്രിസ്തീയ സഭകളിൽപ്പെട്ടവരും യേശുവിൽ വിശ്വസിക്കുന്നില്ലേ? അവരും എന്താ പറയുന്നത്? ഞങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാണ്. ഞാൻ പലപ്പോഴും സുവിശേഷവുമായി അങ്ങനെയുള്ള ആളുകളുടെ വീടുകളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കണം, യേശുവിനെ സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ അവര് പറയുന്നൊരു മറുപടി ഉണ്ട്, പാസ്റ്ററെക്കാട്ടും കൂടുതൽ യേശുവിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഈ ട്രാക്റ്റ് ഒന്നും ഇവിടെ തരണ്ട, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുത്തുകൊള്ളുക എന്നവർ പറയാറുണ്ട്. ഞാൻ അവരോട് ശാന്തമായിട്ട് ഒരു മറുപടി പറയാറുണ്ട്. എല്ലാം സമ്മതിച്ചു, ഞങ്ങളെക്കാളെല്ലാം അധികമായിട്ട് നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നവരാണെന്ന് സമ്മതിച്ചു. എന്നാൽ യേശു പറയുന്ന ഏതെങ്കിലും ഒരു കൽപ്പന, ഏതെങ്കിലും ഒരു ഉപദേശം അത് പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ നാൾതോറും അനുഗമിക്കുന്നുണ്ടോ? അപ്പോൾ അവർക്ക് മറുപടിയില്ല. യേശുവിന്റെ ഉപദേശം അനുസരിക്കാൻ തയ്യാറല്ല, യേശുവിന്റെ വചനങ്ങൾ അനുസരിക്കാൻ തയ്യാറല്ല, യേശുവിന്റെ ദിവ്യ ഉപദേശങ്ങളുമായി ഒരു ബന്ധവുമില്ല. ക്രിസ്ത്യാനി എന്ന പേരുണ്ട്, നല്ല വീട്ടുപേരുണ്ട്, ബൈബിളുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവരാണ്, കർത്താവേ കർത്താവേ എന്ന് ദിനംതോറും അവർ വിളിക്കുന്നവരാണ്. യേശു പഠിപ്പിച്ചില്ലേ, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവൻ ഏവനുമല്ല എന്റെ സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? യേശുവേ ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു, യേശുവേ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു എന്ന് ഒരാൾ 24 മണിക്കൂർ പറഞ്ഞതുകൊണ്ട് അയാൾ യേശുവിൽ വിശ്വസിക്കുന്ന ആളല്ല, അയാൾ വീണ്ടും ജനിച്ച ആളല്ല. ഒരാൾ യേശുവിനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്ത്? ഇവിടെ അതല്ല പറയുന്നത്. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ എല്ലാം ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്നു, യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശു പറയുന്ന കാര്യങ്ങൾ ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും അത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്തു വിശ്വാസി. കാനാവിലെ കല്യാണ വീട്ടിൽ
യേശു അതുവരെ യാതൊരു അത്ഭുതവും ചെയ്തിട്ടില്ല. പക്ഷേ ആ കല്യാണ വീട്ടിലെ ആ ജോലിക്കാരോട് കർത്താവ് എന്താ പറഞ്ഞത്? ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറക്കാൻ പറഞ്ഞു. നമ്മളാണെങ്കിൽ നിറയ്ക്കോ? യേശു അതുവരെ ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല, അങ്ങനെ കേട്ടുകേൾവി പോലുമില്ല. പക്ഷേ അവര് ചോദ്യം ചെയ്യാതെ കഷ്ടപ്പെട്ട് അത് വക്കോളം നിറച്ചു. വക്കോളം നിറച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ അടുത്ത കൽപ്പന, ഇപ്പോൾ ഇത് കോരിക്കൊണ്ടുപോയി വിരുന്നുവാടി കൊടുക്കാൻ പറഞ്ഞു. എന്തു കോരി കൊടുക്കാൻ? പച്ചവെള്ളം. നമ്മളാണെങ്കിൽ കൊടുക്കോ? ശുശ്രൂഷക്കാരൻ കൊടുത്തു, ആ ജോലിക്കാർ കൊടുത്തു. അവരത് കോരിക്കൊണ്ടുപോയി ആ വിരുന്നുവാഴിക്ക് കൊടുക്കുമ്പോഴും അത് വെള്ളമായിരുന്നു. പക്ഷേ വിരുന്നുവാഴി അത് രുചിച്ചു നോക്കിയപ്പോൾ ഒന്നാം തരം വീഞ്ഞ്. ഇപ്പൊ യേശുവിനെ അനുസരിക്കുന്നവൻ, യേശു പറഞ്ഞ വാക്കനുസരിക്കുന്നവൻ അത്ഭുതങ്ങൾ കാണും, അതിശയങ്ങൾ കാണും, വിടുതൽ കാണും, രോഗശാന്തി കാണും. അവന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. ഒരാൾ വീണ്ടും ജനിച്ചു എന്നതിന്റെ പ്രത്യക്ഷമായ തെളിവ് എന്താണ്? യേശു പറയുന്ന കാര്യങ്ങൾ അയാളുടെ രഹസ്യ പരസ്യ ജീവിതത്തിൽ അയാൾ ചോദ്യം ചെയ്യാതെ അനുസരിച്ചു നടക്കും. അയാള് യഥാർത്ഥമായും വീണ്ടും ജനിച്ച ആളാണെന്ന് തെളിയുകയാണ്. രണ്ടാമത്തെ കാര്യം എന്താണ് നമുക്ക് നോക്കാം. അതേ അധ്യായത്തിന്റെ തന്നെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഒരാൾ ദൈവത്തിൽ നിന്നും വീണ്ടും ജനിച്ചു എന്നറിയാനുള്ള രണ്ടാമത്തെ തെളിവാണ് ഈ 4-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണത്? ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ദൈവമക്കൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ കാണുന്ന ലോകം. ഇത് നമ്മുടെ ശത്രുവാണ്. ഇത് നമ്മുടെ ശത്രുവായതുകൊണ്ട് നമ്മൾ ഈ ലോകം വിട്ടുപോകണമെന്നല്ല വചനം പറയുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ ലോകക്കാരല്ല. ഞാൻ ഇടക്ക് പറഞ്ഞു, നമ്മൾ ഈ ലോകത്തിൽ പരദേശികളും പ്രവാസികളുമാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മൾ ഇവിടെ ഇപ്പോൾ പരദേശികളായിട്ട് ജീവിക്കുകയാണ്. ഈ ലോകം നമുക്ക് യോഗ്യമുള്ള കാര്യമല്ല. ഈ ലോകത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വചനം പറയുന്നുണ്ട്. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്ക് വിരിക്കുന്നു. ഈ ലോകം അതിന്റെ മോഹങ്ങളെല്ലാം പല പല മോഹങ്ങൾ പല പല രീതിയിൽ ഈ ലോകത്ത് വരും. അതെല്ലാം മാറി മാറി പോകുന്നതാ. നമ്മൾ ആ ലോകത്തിന്റെ പിന്നാലെ പോകാനുള്ളവരല്ല. അന്ന് ലോകം യേശുവിന്റെ പിന്നാലെ പോയി. ഇന്ന് യേശുവിന്റെ പ്രതിനിധിയായിരിക്കുന്ന ദൈവത്തിന്റെ സഭ, ആ സഭയുടെ അവസ്ഥ എന്താണ്? സഭയിൽപ്പെട്ടവരുടെ അവസ്ഥ എന്താണ്? എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഒരു വലിയ ഭൂരിപക്ഷ ആളുകളുടെയും പ്രശ്നം എന്താണ്? ഈ ലോകത്തിന്റെ പുറകെ, ലോകമോഹങ്ങളുടെ പുറകെ, ലോകത്തെ ജയിക്കാൻ പറ്റാതെ സഭ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ വ്യക്തമായി പറയുന്നു, ഒരാൾ വീണ്ടും ജനിച്ചാൽ അതിന്റെ പ്രത്യക്ഷമായ രണ്ടാമത്തെ തെളിവ് അയാൾ ലോകത്തെ ജയിക്കുന്ന ആളാണ്. ഈ ലോകത്തെ നമുക്ക് ജയിക്കാൻ പറ്റും. ലോകത്തുള്ള പാപത്തെ ജയിക്കാൻ പറ്റും. ലോകമോഹങ്ങളെ നമുക്ക് ജയിക്കാൻ പറ്റും. കാരണം അവിടെ എഴുതിയിരിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഈ ലോകത്തെ ജയിക്കാൻ പറ്റുന്ന വിശ്വാസമാണ് ക്രിസ്തുവിനുള്ള വിശ്വാസം. അനേക ദൈവദാസിദാസന്മാർ ഈ ലോകത്തെയും ലോകത്തിലുള്ള കാര്യങ്ങളെ ജയിച്ച്
അവർ യേശുവിനായി സമ്പൂർണമായി വേർതിരിക്കപ്പെട്ട് ജീവിച്ച ചരിത്രങ്ങൾ നമുക്ക് ഈ ബൈബിളിൽ കാണാൻ പറ്റും. ഒരാൾ വീണ്ടും ജനിച്ചതിന്റെ പ്രത്യക്ഷമായ അടയാളമാണ് ഈ ലോകത്തെ അയാള് ജയിക്കും. മൂന്നാമത്തെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതേ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഒരാൾ വീണ്ടും ജനിച്ചു എന്നതിന്റെ മൂന്നാമത്തെ പ്രത്യക്ഷമായ തെളിവ് ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണത്? ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല. എന്റെ ഈ പ്രസംഗം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, എന്നോടുമുള്ള ചോദ്യമാണ്, കേൾക്കുന്ന നിങ്ങളോടുമുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ വീണ്ടും ജനിച്ചിട്ട് കുറെ കാലമായി. യേശുവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്ന സ്നാനവും നമ്മൾ ചെയ്തതാ. വചനങ്ങൾ കുറെ മനസ്സിലാക്കി സുവിശേഷം പറയുന്നവരാണ്, പ്രസംഗിക്കുന്നവരാണ്. വീണ്ടും ജനിച്ച നമ്മൾ ഇത്രയും കാലം നമ്മൾ മുന്നോട്ട് പോയി. ഇപ്പോഴും നമ്മൾ പാപം ചെയ്യുന്നില്ലേ? നമ്മൾ വീണ്ടും ജനിച്ചവരാണ്. യേശു നമ്മുടെ ഹൃദയത്തിലുണ്ട്. നമുക്ക് പുതുജനനമൊക്കെ ലഭിച്ചു. വർഷങ്ങൾ കടന്നു. നമ്മൾ പുറകിലേക്കൊന്ന് കണ്ണോടിക്കുക. ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരുന്നില്ലേ? പാപം വരുന്നില്ലേ? കുറവുകൾ വരുന്നില്ലേ? ഇവിടെ ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചില നുണ പറയാറുണ്ട്, ചില തെറ്റുകളൊക്കെ ചെയ്യാറുണ്ട്. വലിയ തെറ്റുകളല്ലെങ്കിലും ചെറുതെങ്കിലും. അപ്പോൾ നമ്മൾ ആ തെറ്റ് ചെയ്യുവാൻ നമ്മൾക്ക് ഒരു പ്രലോഭനം വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്നും അത് തടയുവാൻ, അത് ചെയ്യരുത്, അത് പറയരുത്, അവിടെ പോകരുത്, പ്രവർത്തിക്കരുത് എന്നുള്ള ഇടപെടൽ നമുക്ക് തരുന്നുണ്ട്. ആ ഇടപെടലിനെ മറന്ന് ഒരാൾ മുന്നോട്ട് പോകുമ്പോൾ അയാൾ പാപം ചെയ്യും. പാപം ചെയ്യുമ്പോൾ ഓർത്തുകൊള്ളണം, നമ്മൾ വീണ്ടും ജനിച്ചതിന്റെ ഉദ്ദേശം നഷ്ടപ്പെടുകയാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വന്നിട്ടുണ്ടാകാം, തെറ്റുകൾ വന്നിട്ടുണ്ടാകാം. എന്നാൽ തിരുത്തുക, ക്രമീകരിക്കുക, കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുക്കുക. കർത്താവേ, എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മനഃപൂർവ്വം പാപം ചെയ്യാതെ, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് വരുന്ന തെറ്റുകൾ അല്ല ദൈവം നോക്കുന്നത്, മനഃപൂർവ്വമായി നമ്മൾ അറിഞ്ഞ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനഃപൂർവ്വമായി പാപം ചെയ്യാതെ, തെറ്റുകൾ ചെയ്യാതെ ജീവിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ വീണ്ടും ജനിച്ചതിന്റെ ഉദ്ദേശം യഥാർത്ഥമായി വെളിപ്പെടുന്നത്. ഇവിടെ വചനം പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. തുടർന്ന് പറയുന്നു, എന്ന് നാം അറിയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. കണ്ടോ? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, പുതുജനനം പ്രാപിച്ചവൻ, ആ വ്യക്തി സ്വയം തന്നെത്താൻ സൂക്ഷിക്കുന്നവനാണ്. തെറ്റ് ചെയ്യാനുള്ള, പാപം ചെയ്യാനുള്ള പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ അയാൾ തന്നെ സൂക്ഷിച്ചുകൊണ്ട് പാപത്തെ ജയിച്ച് അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. തുടർന്ന് അവിടെ പറയുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ദുഷ്ടനാരാണ്? സാത്താനാണ് ദുഷ്ടൻ, പിശാചാണ് ദുഷ്ടൻ. യഥാർത്ഥമായി വീണ്ടും ജനിച്ച് പാപത്തെ വെറുത്ത് പാപത്തെ തോൽപ്പിച്ചുകൊണ്ട്
ജീവിക്കുന്നൊരു വീണ്ടും ജനനം പ്രാപിച്ചൊരു ദൈവത്തിന്റെ പൈതൽ ഉണ്ടെങ്കിൽ അവനെ തൊടുവാൻ ഒരു ദുഷ്ടനും കഴിയില്ല, ഒരു അന്ധകാരത്തിനും കഴിയില്ല, ഒരു പിശാചിനും കഴിയില്ല, ഒരു സാത്താനും കഴിയില്ല. ഇന്ന് ദൈവമക്കളുടെ ലോകത്ത് പല ദൈവദാസന്മാരും ദൈവമക്കൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവര് സുവിശേഷം പറയാൻ പോയി, 10 വീട്ടിൽ പോയി സുവിശേഷം പറഞ്ഞു, ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ സഭയിൽ വരുന്ന ഏതെങ്കിലും ഒരു രോഗിക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും പോയി. തുടർന്ന് ഈ പാസ്റ്റർക്ക് ഒരു രോഗം വന്നാൽ, പാസ്റ്റർ ഭാര്യയ്ക്ക് ഒരു രോഗം വന്നാൽ, പാസ്റ്ററുടെ കുഞ്ഞുങ്ങൾക്ക് രോഗം വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഉടനെ ഇവർ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് പിശാച് എന്നെ അടിച്ചത്. അങ്ങനെയെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമുക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരം അത് ദൈവത്തിന്റെ അധികാരമാണ്. ആ കർത്താവിന്റെ അധികാരത്തിലാണ് നമ്മൾ പ്രസംഗിക്കുന്നതും സുവിശേഷം പറയുന്നതും രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നമ്മൾ ഭൂതങ്ങളെ ശാസിക്കുന്നതും. പക്ഷേ ദുഷ്ടനായിരിക്കുന്ന പിശാചിന് നമ്മളെ തൊടുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ഓർക്കണം, വീണ്ടും ജനിച്ച നമ്മൾ എന്തോ ചില തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്നത് കൊണ്ടാണ് ദുഷ്ടൻ നമ്മളെ തൊടുന്നത്. എന്നാൽ ഈ വചനം പറയുന്ന പോലെ പാപത്തെ ജയിച്ച്, പാപത്തെ തോൽപ്പിച്ച്, ദൈവകൃപയിൽ ആശ്രയിച്ച് പാപത്തിന്റെ മേൽ ജയം പ്രാപിച്ച് ഒരാൾ ജീവിക്കുന്നുവെങ്കിൽ ഒരു പിശാചിനും അയാളെ തൊടാൻ പറ്റില്ല. അയാൾ എത്ര രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും, എത്ര ഭൂതങ്ങളെ ശാസിച്ചാലും, അയാൾക്കോ അയാളുടെ കുടുംബത്തിനോ ഒരു ദുഷ്ടന്റെയും ഒരു എതിർപ്രവർത്തനവും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, എന്തോ ഒരു കുഴപ്പം ആ വ്യക്തിക്ക് വന്നു ചേർന്നു. പ്രിയപ്പെട്ടവരെ, എന്റെ പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ജനനം പ്രാപിച്ചതിൻ്റെ 3 തെളിവുകൾ. ഒന്നാമത്തെ തെളിവ്, യേശു പറയുന്ന കാര്യങ്ങൾ അയാൾ അനുസരിച്ച് നടക്കും. രണ്ടാമത്തെ കാര്യം, ലോകത്തെ അയാൾ ജയിക്കും. മൂന്നാമത്തെ കാര്യം, പാപം ചെയ്യാതെ അയാൾ ജീവിക്കും. ഈ 3 തെളിവുകൾ ഒരു വ്യക്തിയിൽ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, അയാൾ വീണ്ടും ജനനം പ്രാപിച്ച യഥാർത്ഥ ഒരു ക്രിസ്തു വിശ്വാസിയാണ്.